ജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. മരണത്തിന് അർഹനല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരു കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ, അവന്റെ ദൈവം ജീവൻ നൽകും. മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവന് മാത്രമാണിത്. മരണാർഹമായ പാപമുണ്ട്, അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ അധർമ്മവും പാപമാണ്, എന്നാൽ മരണാർഹമല്ലാത്ത പാപമുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വരയത്തരാണെന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ്. ഇവരാണ് സത്യദൈവവും നിത്യജീവനും. കുഞ്ഞുമക്കളെ, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു. തമ്പുരാനെ അറിയുകയും സ്നേഹിക്കുകയും തമ്പുരാനെ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നാം അവിടുത്തെ അറിയുകയില്ല. അവർ പറഞ്ഞു, അബ്രഹാമാണ് പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലുവാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്ധികളല്ല, ഞങ്ങളുടെ പിതാവ് ഒന്നേയുള്ളൂ, ദൈവം. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിനാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. അവർ പറയുന്നത് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എന്റെ വശം ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവുമായി വിചാരിക്കുന്നവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്നാൽ അവന് സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയുടെ പിതാവുമാണ്. ഞാൻ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ആർക്ക് എന്നെ പാപം തെളിയിക്കുവാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിനുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രമിക്കും. നിങ്ങൾ ദൈവത്തിനുള്ളവരാണ് അല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രമിക്കുന്നില്ല. കർത്താവേ
മരണശരമായ സഹോദരനെ അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ ശോഭയോടെയും ഞാൻ അവസാന ദിവസത്തിൽ ഉയർന്നെടുക്കുവാൻ കാരണമാണെന്ന് ലോകാരം മുതൽ യജമാന്മാരെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരുവാനിടയാകണമെന്ന്
പ്രവീൺമാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാരായണേ ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിധാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇത് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. ഇത് വാങ്ങി പാനം ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. Holy
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ക്രൂശിതനായി മരിച്ചുയർത്ത യേശുവുണ്ടെന്ന് വഴിയരികിൽ പതികളായി കാത്തുനിൽക്കും നാഥൻ വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ അകലെ നിന്നു കാണും നേരം ഓടിയെത്തും ചാരി സ്നേഹമോടെ ചേർത്തു നിർത്തി ഉമ്മ വയ്ക്കും നാഥൻ വഴിയരികിൽ പതികളായി കാത്തുനിൽക്കും നാഥൻ വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. ശാശ്വത ജീവൻ ഉറവിടമേ നിൻ തിരുനാമം മഹനീയം. നിന്നുടെ ശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും പാലിൽ മൃത്യു വരിച്ചാലും ജീവിച്ചീടും സ്വർഗത്തിൽ. അവരുടെ സ്മരണയുണർത്തിടമേ വെളിയിൽ ചേർന്നവരാം നിങ്ങൾ സ്വർഗോന്മുഖരായി ജീവിക്കാൻ കൃപയാലെന്നും നിറയട്ടെ. ജീവനെ